ആശുപത്രിയിൽ പോകാതിരുന്നത് മുഹസിനയുടെ നിർബന്ധപ്രകാരമെന്നാണ് ഭർത്താവ് ഇബ്രാഹിമിന്റെ വാദം. ഭർത്താവ് നല്ല രീതിയിൽ നോക്കിയെന്ന് മുഹസീന പറയുന്ന ശബ്ദ സന്ദേശം ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചാണ് ഈ വാദം. ശബ്ദ സന്ദേശം കേൾക്കാം. നീയാണ് ഇപ്പൊ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നതും നീ തന്നെയാണ്. നീ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെടണ, എന്തെങ്കിലും ഡോക്ടറെ കാണിക്കണ, എന്തെങ്കിലും ചെയ്യണ എന്നൊക്കെ ഉള്ളത്. അപ്പോഴൊക്കെ ഞാൻ നിന്നോട് പറയാണ് ചെയ്തിരിക്കണത്, ഇത് ശരിയാവും, ഇൻഷാ അല്ലാഹ്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, പഴുപ്പ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന ലെവലിൽ ഞാൻ നിന്നോടാണ് സംസാരിച്ചത്. എൻ്റെ മുമ്പിൽ വേറെ ഓപ്ഷനില്ല. നീ എന്നെ നോക്കുന്നിടത്തോളം കാലം വേറെ ഒരു ഓപ്ഷനും അൽഹംദുലില്ലാഹ് ഇല്ല. ഇതിൻ്റെ പേരിൽ നീ നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എനിക്ക് പൊരുത്തുള്ള കാര്യമല്ല കേട്ടാ. ഇൻഷാ അല്ലാഹ് എൻ്റെ മോൻ എന്നെ നല്ല നിലയിൽ തന്നെയാണ് നോക്കിയേക്കണത്. ഒരു കുറവും വരുത്തിയിട്ടില്ല. ഒരു ഭർത്താവ് ഭാര്യയെ നോക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് ലെവലിൽ നീ എന്നെ കെയർ ചെയ്ത് കൊണ്ടുപോയിട്ടിട്ട്. ശ്രീകുമാരൻ തൃശ്ശൂരിൽ ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇത് ഈ മരിച്ച മുഹ്സിനയുടെ ശബ്ദം എന്ന രീതിയിലാണ് ഇപ്പോൾ ഭർത്താവ് തന്നെ ആ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന കാര്യങ്ങൾ, പക്ഷെ അത് ഏത് സാഹചര്യമാണ്, എപ്പോഴാണ് അത് പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? പ്രജിൻ, ഈ പെൺകുട്ടി, അതായത് 37 വയസ്സുള്ള മുഹസിന മരിച്ച വിവരം അവരുടെ ഭർത്താവിന്റെ വീട്ടുകാർ തന്നെയാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത്. അതിന് തൊട്ട് താഴെയാണ് മുഹസിന മോൾ മരിച്ചു, നമ്മളെ വിട്ടുപോയി എന്ന് എഴുതിയതിന് തൊട്ട് താഴെയാണ് ഈ ഭർത്താവ് തന്നെ ഇത്തരത്തിൽ ആ ഓഡിയോ സന്ദേശം ഇട്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് തന്നെ വ്യക്തമായ ധാരണയുണ്ട്, ഇക്കാര്യത്തിൽ ഒരു പരാതി വരാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമായ ധാരണയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സന്ദേശം അവർ കരുതി വെച്ചിരുന്നത് എന്നാണ് മുഹസിനയുടെ ബന്ധുക്കൾ പറയുന്നത്. മുഹസിനയെ കൊണ്ട് നിർബന്ധിച്ച് ഇത്തരത്തിൽ ഓഡിയോ എടുപ്പിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും അവർ ഇതിനകം തന്നെ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ ഓഡിയോയിൽ മുഹസിന പറയുന്നത് തന്നെ നന്നായി ഭർത്താവ് ഇബ്രാഹിം നോക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാത്തത് എന്നതിനൊന്നും വ്യക്തമായ മറുപടിയില്ല. ഇബ്രാഹിമിന്റെ വീട്ടുകാരും ബന്ധുക്കളും അതുപോലെ തന്നെ ഇബ്രാഹിമിന്റെയും അടുപ്പക്കാരുടെ ഒരു വാദം, എന്നാൽ ഈ മുഹസിന തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ പോകാത്തത് എന്നതാണ്. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. വ്രണമായി പൊട്ടിയൊലിച്ച് തീർത്തും അവശയായി കിടക്കുന്ന ഒരു യുവതിയെ വീട്ടുകാർ വേണ്ടി വന്നു നിർബന്ധത്തോടുകൂടി, ഈ മുഹസിനയുടെ വീട്ടുകാർ വേണ്ടി വന്നു നിർബന്ധത്തോടുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. അപ്പോൾ എന്തുകൊണ്ട് ഈ ഇബ്രാഹിമിന്റെ വീട്ടുകാർ അല്ലെങ്കിൽ ഇബ്രാഹിം അത് നടത്തിയില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇബ്രാഹിമിന്റെ സ്വന്തം വീട്ടുകാരുമായും അടക്കം കാര്യമായ രീതിയിലുള്ള അടുപ്പങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചാവക്കാട് പോലീസ് ഇതെല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. ഇന്ന് മുഹസിനയുടെ മുല്ലക്കരയിലെ വീടിന് സമീപത്തെ പള്ളിയിലാണ് ഖബറടക്കം നടക്കുക. ശേഷം തുടർ നടപടികൾ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഏറ്റവും എടുത്തു പറയേണ്ടത്, മുതുകിൽ പൊട്ടി ഒലിച്ച വ്രണത്തിൽ നിന്ന് പുഴുവരിക്കുന്ന നിലയിലായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്തും ഒരു പുരോഗമന സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത്. അക്യുപഞ്ചർ ചികിത്സയിലൂടെയാണ് പ്രസവിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ കുഞ്ഞൊരു 6 ദിവസത്തിന് ശേഷം മരിക്കുന്നു. ശേഷം ഈ യുവതി തീർത്തും അവശയാകുന്നു. ആ അവശയാകുന്ന സമയത്തുള്ള ഓഡിയോ സന്ദേശം എന്ന തരത്തിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് ഇനി വ്യക്തമാകേണ്ടതുണ്ട്. അത് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജിൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.